പ്രിയരെ, ചാലക്കര PMC UGHS ഹൈസ്കൂളിൽ ഈ വരുന്ന മെയ് 29-ാം തീയതി നമ്മുടെ ധീരദേശാഭിമാനിയായ VK ഉസ്മാൻ മാസ്റ്ററുടെ സ്റ്റാച്യു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 29-ാം തീയതി ആ സ്റ്റാച്യുവിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെയൊക്കെ ബഹുമാന്യനായ പുതുച്ചേരി സംസ്ഥാനത്തെ ലഫ്റ്റനന്റ് ഗവർണർ അവർകളാണ് അത് നിർവഹിക്കപ്പെടുന്നത്. കാലത്ത് 10 മണിക്കാണ് നമ്മുടെ ചടങ്ങ് വെച്ചിട്ടുള്ളത്. ബഹുമാനായ ഗവർണറോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ മയ്യരുടെ ജനനായകൻ രമേശ് പർവത്ത് MLA യും ഇതിൽ വേദിയിൽ പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നടത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ സംഭവമാക്കി മാറ്റേണ്ടത് ചാലക്കരക്കാരുടെ ആവശ്യമാണ്. ചാലക്കരക്കാരുടെ അഭിമാന പ്രശ്നവും കൂടിയാണ്. ചാലക്കരയുടെ ധീരദേശാഭിമാനിയായ ഉസ്മാൻ മാസ്റ്ററുടെ ഈ സ്റ്റാച്യു നിർമ്മാണത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരുന്നത് ഈ സഹപാഠിയുടെ അംഗമായ സീനത്ത് ടീച്ചറാണ്. ഇതിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ നിർവഹിക്കപ്പെടുന്നത് അത് തികച്ചും സഹപാഠിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് അത് അദ്ദേഹം സഹായം ചെയ്തു തരുന്നത്. അതുമാത്രമല്ല, ഈ ദേശത്തുള്ള എല്ലാവരുടെയും വലിയൊരാഗ്രഹമായിരുന്നു ഈ സ്റ്റാച്യു ഇവിടെ നിർമ്മിക്കണമെന്ന്. പഴയകാല മരണപ്പെട്ടു പോയവരുടെ സ്റ്റാച്യു ഒക്കെ തന്നെ ഇവിടെ മയ്യഴി മേഖലയിൽ ഒട്ടനവധി ഉണ്ടെങ്കിലും ബഹുമാനായ ഉസ്മാൻ മാസ്റ്ററുടെ സ്റ്റാച്യു അവഗണിക്കപ്പെട്ട പോലെയാണ് നമുക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ സഹപാഠി വളരെയേറെ മുൻകൈ എടുത്തുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതും ദീർഘമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇനി 29-ാം തീയതി ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് മുഴുവൻ ഓൾഡ് സ്റ്റുഡൻസ് അവരെയും അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന പഴയകാല അധ്യാപകന്മാരെയും ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകന്മാരെയും പഴയകാല വിദ്യാർത്ഥികളെയും ഇതിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ഈ സ്റ്റേജിന്റെ മുൻപിൽ വെച്ച് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കുടുംബ സംഗമം തന്നെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സഹപാഠി പ്രസിഡന്റ് പറഞ്ഞതിനെ തുടർന്ന് പറയാണ്. 29-ാം തീയതി കാലത്ത് 10 മണിക്ക് ഗവർണർക്ക് അതിഗംഭീരമായ സ്വീകരണം നമ്മൾ നടത്തപ്പെടേണ്ടതുണ്ട്. അതിനുള്ള ജനപങ്കാളിത്തം നമ്മുടെ പ്രദേശത്ത് കുറഞ്ഞുകൂടാ. അത്രയും ജനപങ്കാളിത്തം ഉണ്ടായിരിക്കണം. കാരണം ധീരരക്തസാക്ഷിയായ ഉസ്മാൻ മാസ്റ്ററുടെ പ്രതിമ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാഹിയിൽ എവിടെയും ഇതുവരെ അങ്ങനെയൊരു പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പൊതുസമൂഹത്തിലായാലും അതേപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഗവൺമെന്റ് തലത്തിലായാലും അത് സഹപാഠിക്ക് കഴിഞ്ഞു എന്നാണ് നമുക്കേറെ സന്തോഷിക്കാൻ വക നൽകുന്നത്. അതിന് പ്രേരകമായത് നമ്മുടെ സഹപാഠിയുടെ തീരുമാനമാണെങ്കിലും അതിന് നടപ്പാക്കാൻ കഴിയാൻ നമുക്ക് വൈകും എന്നതുകൊണ്ട് തന്നെ ഒരു വനിത പ്രസിഡന്റ് പറഞ്ഞ പോലെ സീനത്ത് ടീച്ചർ വലൂർ ഇവിടെ നമുക്ക് അതിന് സ്പോൺസർഷിപ്പായി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി നമുക്ക് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആള് തന്നെ അനാച്ഛാദനം ചെയ്യണമെന്ന് കമ്മിറ്റി തീരുമാനിക്കപ്പെട്ടുള്ളത്. പല സമയങ്ങളും കാലങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഈ ഉദ്യമത്തിന് ഗവർണർ മനസാ സമ്മതം തന്നതുകൊണ്ട് ആ സമ്മതം നിങ്ങൾ വരുന്ന ദിവസം ഞങ്ങളിതിന് തയ്യാറാണെന്ന് പറയുകയാണ് ഉണ്ടായത്. ആ ദിവസം വന്നെത്തുകയാണ് ഈ 29-ാം തീയതി. അതാണ് പറഞ്ഞത്, അതിനുള്ള സ്വീകരണം നമ്മുടെ ഭാഗത്തുനിന്ന്, സഹപാഠിയുടെ എല്ലാ ആൾക്കാരുടെ ഭാഗത്തുനിന്നും, ജനങ്ങളുടെ ഭാഗത്തുനിന്നും, പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കണമെന്നാണ് നമുക്ക് ആദ്യമായി പറയാനുള്ളത്. ഇതിന് നമ്മൾ തീരുമാനിക്കപ്പെട്ടുള്ളത് ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി സ്റ്റേജിലേക്ക് വന്ന് ഗവർണർ ആ പ്രഖ്യാപനം നടത്തും എന്നതാണ്. മറ്റൊന്ന്,
ഏറെ സമയം ഒരു ഉയർന്ന വ്യക്തി ഇവിടെ ചെലവഴിക്കാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് തന്നെ ആ പരിപാടി ഗവർണർ ഉദ്ഘാടനം ചെയ്ത് കഴിയുകയും ആ പരിപാടി അവസാനിക്കുന്നതോടുകൂടി പോയി കഴിഞ്ഞാൽ തുടർന്നും നമ്മളിവിടെ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഏകദേശം ഭക്ഷണം വരെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചത് ഈ ഒരു ഉദ്ദേശത്തോടുമാണ്. കഴിഞ്ഞ അനുബന്ധ പരിപാടിയോടനുബന്ധിച്ച് കുറെ പ്രൈസ് വിതരണങ്ങൾ നടത്താനുണ്ട്. അത് മാത്രമല്ല, ഈ പരിപാടിയോടനുബന്ധിച്ച് തന്നെ നമ്മുടെ സഹപാഠികളുടെയും പൊതുജനങ്ങൾക്കായും കരോക്കെ ഗാനം, അതേപോലെ ഡാൻസ്, അതേപോലെ സ്കിറ്റുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദപ്പെട്ട സഹദേവനും സജീവനും അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പുറകെ അവർ ആവശ്യപ്പെടുന്നതായിരിക്കും. അതിൽ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ആ പരിപാടിയും മികവറ്റതാവും. കൂടാതെ ഒരു 3 മണിക്ക് നമ്മുടെ സമകാലിക വർത്തമാനങ്ങൾ കൈകാര്യം ചെയ്തിട്ടും വളരെ സരസമായി പൊതുജനത്തെ കയ്യിലെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ശ്രീ വി കെ സുരേഷ് ബാബു നിങ്ങളോട് പ്രഭാഷണം നടത്തിയ ഒരു സെമിനാർ കൂടി ഞങ്ങൾ സംഘടിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾക്ക് അത് പുതിയ അനുഭവമായിരിക്കും. അതിനുശേഷമാണ് നമ്മളുടെ നൃത്തങ്ങൾ സഹപാഠികളായാലും അതേപോലെ ചാലക്കര പ്രദേശത്തെ ആൾക്കാരായാലും അവരുടെ നൃത്തങ്ങൾ ഉണ്ടാവും. ഏകദേശം 7 മണിയോടുകൂടി ഞങ്ങൾ ഇതുവരെ സമീപകാലത്തൊന്നും അടുത്ത പ്രദേശങ്ങളിൽ കാണാത്തതായ കലാ സമൃദ്ധമായ പിരണി നൃത്തം ഇവിടെ അവതരിക്കപ്പെടും. നമുക്ക് അടുത്ത പ്രദേശത്തൊന്നും ആർക്കും അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന വളരെ ഒരു പുത്തൻ അനുഭവമായിരിക്കും. അതുകൊണ്ട് തന്നെ കുടുംബസമേതം എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. പരിപാടി ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. വൈദേശിക അടിമത്തത്തിൽ നിന്ന് മയ്യഴിയെ മോചിപ്പിച്ച ധീരദേശാഭിമാനി പി കെ ഉസ്മാൻ മാസ്റ്ററുടെ പ്രതിമയാണ് ഈ വരുന്ന 29-ന് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ വിദ്യാലയത്തിന്റെ അങ്കണത്തിൽ ബഹുമാന്യനായ പോണ്ടിച്ചേരി ഗവർണർ ശ്രീ കൈലാസനാഥൻ അവറുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കാലത്ത് 10:30 ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളും തിരിച്ചു പോകാത്ത രീതിയിൽ വൈകുന്നേരം വരെ ഇവിടെ നിന്നുകൊണ്ട് പരിപാടി ആസ്വദിക്കും. അതിനോടൊപ്പം തന്നെ ഉച്ചഭക്ഷണം ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞതിനെ പറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, അന്ന് നടക്കുന്ന പരിപാടിയിൽ മുഴുവൻ ആളുകളും പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി മയ്യഴി കണ്ട ഏറ്റവും വലിയൊരു ശക്തമായ ഒരു പരിപാടിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം അന്നുണ്ടാവണം. മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ വേദിയിലേക്ക് 29-ാം തീയതി കാലത്ത് 10 മണിക്ക് ചാലക്കര BMC ഉസ്മാൻ അങ്കണത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ഒരിക്കൽ കൂടി സഹപാഠിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. നിർത്തുന്നു. ജയ് ഭാരത്.